സ്വാമി, കൊള്ളാലോ, നല്ല വടിവിൽ മലയാളം എഴുതിയിരിക്കുന്നു. എന്താണ് സ്വാമി ഉള്ളടക്കം? ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് അനുഗ്രഹം അപേക്ഷിച്ചുകൊണ്ടുള്ളതാ. മിഴികൾ പറഞ്ഞതും മൗനം സംവദിച്ചതും ഈ പഞ്ചകത്തിലുണ്ട്. എന്താ പഞ്ചകം? നാരായണ നെഞ്ചകം. அவரெல்லாம் தெரிஞ்சவர் நாராயண சுவாமிகள். സ്വാമി, സഹോദരൻ അയ്യപ്പൻ വരുന്നുണ്ട്. നമസ്കാരം സ്വാമി. ഇന്നെന്താ അയ്യപ്പ മുഖത്ത് ജ്യോതി തെളിഞ്ഞിട്ടില്ലല്ലോ? എങ്ങും എതിർപ്പുകൾ. പൂന്തോട്ടങ്ങളിൽ നിന്ന് ചിലർ മുള്ളു വലിച്ചെറിയുന്നു. അത് പിന്നെ ശബരിമല അയ്യപ്പനും തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? അതുപോലെ അയ്യപ്പന്റെ കാന്തിയും പരക്കും. മൂത്ത കൊന്നത്തൊച്ച് ചിലർ കശുവണ്ടി നെയ്കൊണ്ട് അഭിഷേകം ചെയ്തു. ചിലർ ചാണകമെറിഞ്ഞു. കൊടുങ്ങല്ലൂരിൽ ഒരു സംഘം ഉറുമ്പിൻ കോട് കൊണ്ട് കിരീടമണിയിച്ചു. ഞാറക്കലിൽ ഊരിപ്പിടിച്ച കത്തികളുമായി വന്നു. ഒന്നിലും പതറിയില്ല. സാരമില്ല, എതിർപ്പ് കണ്ട് പിന്മാറരുത്. മാലിന്യം മുകളിലേക്ക് എറിഞ്ഞാൽ ചന്ദ്രൻ മറയില്ല. മുൾവേലി കെട്ടിയ പൂവിന്റെ മണം കുറയൂ. എതിർപ്പുകളാണ് ഒരുവന്റെ വളർച്ചയ്ക്ക് കാരണമാവുന്നത്. എതിർപ്പുകൾ വരട്ടെ. ഇല്ല സ്വാമി, പിന്മാറില്ല. ഒരു കാര്യം ഓർമ്മിച്ചാൽ മതി, ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. അതിനേക്കാൾ വലിയ ആയുധമുണ്ടോ? ഞങ്ങൾ രൂപീകരിച്ച സഹോദര സംഘത്തെ ആശീർവദിക്കണം. അങ്ങനെ ഒരു സന്ദേശം നൽകണം. അത് എതിർപ്പുകൾ കുറച്ചേക്കും. നാം അയ്യപ്പനൊപ്പമാണെന്ന് എല്ലാവർക്കും ബോധ്യമാവട്ടെ. ഇപ്പൊ തന്നെ കുറിച്ചോ, പുതിയൊരാശയം: പന്തി ഭോജനം. മഹാസന്ദേശം. മനുഷ്യരുടെ മതം, വേഷം, ഭാഷ മുതലായവ എങ്ങനെയിരുന്നാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. എന്ന് നാരായണ ഗുരു. സ്വാമി, എന്നാൽ ഞാനങ്ങിറങ്ങട്ടെ. നാരായണ ഗുരുസ്വാമിയോടും അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളോടും സമുദായം മഹത്തായ കടമ നിർവഹിക്കണം. അതിന്റെ ആദ്യ ശ്രമമാണിത്. ഈ പുലയബാലൻ നമ്മോടൊപ്പം ഉണ്ട്. ജാതി നശീകരണം പ്രായോഗികമാക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർ ആദ്യമായി തങ്ങളെക്കാൾ അധകൃതരായി ഗണിക്കപ്പെടുന്ന സമുദായങ്ങൾക്ക് തുല്യ പദവി നൽകണം. അതിന്റെ ആദ്യപടിയാണിത്. ഇവിടെ നടക്കുന്ന മിശ്രഭോജനത്തിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. നമുക്കൊരു സത്യവാചകം ചൊല്ലാം.
ജാതി വ്യത്യാസം ശാസ്ത്രവിരുദ്ധവും ദോഷകരവും അനാവശ്യവുമായതുകൊണ്ട് അതിനെ ഇല്ലാതാക്കി നിയമവിരുദ്ധമല്ലാത്ത വിധം കഴിയുന്നതൊക്കെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണ മനസ്സാൽ സമ്മതിച്ച് സത്യം ചെയ്തു കൊടുക്കുന്നു. ആയിരങ്ങളേകകണ്ഠമായി മൊഴിഞ്ഞു വന്നിടുന്നു സർവവ്യാപിയ മഹാഗുരു. ആശയങ്ങളാഴികൾക്ക് തുല്യമായി പറഞ്ഞു തന്ന ജ്ഞാനദായകൻ മഹാഗുരു. മഹാഗുരു 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 മഹാഗുരു. പോയ ജീവിതങ്ങളിൽ സൂര്യശോഭയായി മഹാഗുരു. കഠിനമായ വേദസാരമന്ത്രമാകവേ സരളമാക്കി മഹാഗുരു. ജാതി ചിന്തകൾ ദൂരെ മാറ്റിയ കർമ്മധീരന മഹാഗുരു. സ്നേഹസാന്ദ്രമാം ഭാഷണങ്ങളാൽ ശാന്തിക്ക് ശ്രീ മഹാഗുരു. നിരന്തരം നിരാമയൻ നീയേ. മഹാഗുരു 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 മഹാഗുരു. മഹാഗുരു 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 മഹാഗുരു. ഇളകിമറിഞ്ഞിതു പിറ്റേ ദിവസം ജനതയകേശം ബഹളം ബഹളം. പുലയൊരൊടീഴവരൊരുമിച്ചുണ്ടത് പുലയൊരൊടീഴവരൊരുമിച്ചുണ്ടത് പുലയൊരൊടീഴവരൊരുമിച്ചുണ്ടതു ശരിയല്ലെന്നു ശഠിച്ചു ജനങ്ങൾ. ചന്തകൾ കൊട്ടുകൾ അടിയന്ത്രങ്ങൾ വണ്ടികൾ എന്നിവ ഈ വാദത്തിൽ. ചന്തകൾ കൊട്ടുകൾ അടിയന്ത്രങ്ങൾ വണ്ടികൾ എന്നിവ ഈ വാദത്തിൽ. വണ്ടികൾ എന്നിവ ഈ വാദത്തിൽ. അയ്യപ്പ എഴുതിയ തുള്ളല അവന്റെ തോന്നിവാസം തന്നെ. രംഗമതായിതു രണ്ടാളൊക്കെ. ആ പുലയ നയിപ്പാണ് നായകൻ. അതിൽ പങ്കെടുത്തവർ പുലയ ചോവന്മാരാ. ഇത് നാരായണ ഗുരുസ്വാമിക്കും രസിക്കില്ല. അദ്ദേഹം അയ്യപ്പനെ തള്ളിപ്പറയും തീർച്ച. കെട്ടിയണഞ്ഞത ജത്താൻ കയറും കുട്ടിച്ചേട്ടൻ വാദിത്തെങ്കിൽ. ഇഴജന്തുപ്പടി താഴെ നോക്കി ഇഴജന്തുപ്പടി താഴെ നോക്കി ഇഴജന്തുപ്പടി താഴെ നോക്കി വഴി പറയുന്നു പുലച്ചോന്മാരെ. നാരായണ ജയ നാരായണ ജയ നാരായണ ഭഗവാനേ ജയ ജയ. അച്യുതന്നെ അരവിന്ദാക്ഷ ജയ. അക്കടൽ വർണ്ണ ശരണം ധരണം അക്കടൽ വർണ്ണ ശരണം ധരണം. മുഖം കണ്ടാൽ അറിയാം വാഗ്ഭടനായി. അതിൽ ആനന്ദവും ഉണ്ട്. പൂർവാശ്രമം ബഹുദൂരത്തിലായി അല്ലേ? കുഞ്ഞിക്കണ്ണൻ എന്നുള്ള പേര് തന്നെ എല്ലാരും മറന്നു, ഞാൻ പോലും. പേരുകൾ നമ്മെ വഹിക്കുന്നോ നാം അവയെ ചുമക്കുന്നോ? അതിലുമുണ്ടല്ലോ ഒരു അദ്വൈത സ്ഫുരണം. ഞാൻ സ്വാമിയുടെ അഭിപ്രായക്കാരനാണ്. ഓ അങ്ങനെയോ? നാം നിങ്ങളുടെ അഭിപ്രായക്കാരനാ. അദ്വൈതാശ്രമത്തിലെ മണ്ണ് എങ്ങനെയുണ്ട് സ്വാമി? നാം വേളിമലയിലും മരുത്വാമലയിലും അരുവിപ്പുറത്തും സഞ്ചരിച്ച കാലത്ത് കല്ലും മുള്ളും കാടും മേടും ഉണ്ടായിരുന്നു. ഇവിടത്തെ മണ്ണ് പൂമെത്തയല്ലേ? ഈയിടെയായി നാടുനീളെ അങ്ങ് കല്ല് നാട്ടുന്നതായി കേൾക്കുന്നുണ്ടല്ലോ.
ഏകാന്തത്തിൽ ഒറ്റയാനല്ലേ, അങ്ങനെ പലതും കേൾക്കും. വാക്പടനല്ലേ, കേട്ടത് പിഴക്കില്ല. എങ്കിലും ഈ കല്ലുകൾ നാട് നീളെ നാട്ടുന്നത് പല ലിഖിതങ്ങളും ശിലയിലല്ലേ, വൻമതിലും ചരിത്ര സ്മാരകങ്ങളും ശിലകളല്ലേ. ശിലകളോട് അയിത്തമുണ്ടോ? ശിലകളെ മാനിക്കണം, ആ ബലവും സ്ഥിരതയും. എങ്കിലും ഇങ്ങനെ കല്ല് നാട്ടുന്നതിനോട് യോജിപ്പില്ല. നാം കല്ല് നാട്ടുന്നതല്ലേ ഉള്ളൂ. കുഞ്ഞിക്കണ്ണനത് സദാ ചുമന്നുകൊണ്ട് നടക്കുമല്ലേ. ചെവി ചുമക്കുന്നതിൽ കുഴപ്പമില്ല, മനസ്സിൽ ചുമക്കാതിരുന്നാ പോരെ. ക്ഷമിക്കണം സ്വാമി, ബ്രഹ്മപ്പൊരുളറിഞ്ഞ അങ്ങ് ശിലകൾ സ്ഥാപിക്കുന്നത് മനസ്സിനൊരു അസ്വസ്ഥതയുണ്ടാക്കി. അതാ. അല്ല, ശില എങ്ങനെ ഈശ്വരനാകും? ശിലകളെല്ലാം ശിവനാണ്. ശിവൻ എന്നാൽ അർത്ഥം ശൂന്യതയാണ്. നിരാമയ നിർഗുണ പരബ്രഹ്മം. നാമും ഇവരും സകല ചരാചരങ്ങളും ആത്മസഹോദരങ്ങളാണ്. അവരെയും ഉത്ഥാനം ചെയ്യണം. അതിന് ഉപായങ്ങൾ വേണം, സ്ഥാപനങ്ങൾ വേണം. സ്ഥാപനങ്ങൾ ഉള്ളവരാവട്ടെ, അതിന് തയ്യാറാവുന്നില്ല. ശിലയിലൂടെ ശിവനെ ദർശിക്കാനാവണം. കല്ലും മണ്ണും ചെടിയും പുഴുവും എല്ലാം ഒന്നാണെന്ന ബോധം വേണം. കല്ലിലൂടെ ജഗത്തിനെ അറിയണം, ജഗന്നാഥനെ അറിയണം. എന്റെ വാക്കുകൾ ഇവിടെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. മറുപടിയില്ല. അങ്ങേ എതിർക്കാനുള്ള ആയുധമുള്ള ഭടനല്ല ഞാൻ. മഹാഗുരു 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 മഹാ സ്വാമി, നമസ്കാരം സ്വാമി. ജനാർദ്ദന സ്വാമി ദർശനം കഴിഞ്ഞ് റീജന്റ് മഹാറാണി കൊട്ടാരത്തിലുണ്ട്. കാർ അയച്ചിരുന്നു. ഞാൻ നമ്മുടെ കാറിൽ ചെല്ലാമെന്ന് പറഞ്ഞു. എന്തിനാ തമ്പുരാട്ടി ഇങ്ങോട്ട് കാറയച്ചത്? മഹാറാണിക്ക് സ്വാമിയെ ഒന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. കൂട്ടിക്കൊണ്ട് ചെല്ലാനാ കാറയച്ചത്. കൊട്ടാരത്തിന് ദിവാൻ വന്നിട്ടുണ്ട് താഴെ. ഞാൻ സ്വാമിയോട് വിവരം ചെന്ന് പറയാന്ന് പറഞ്ഞു. അത് മതി, അതുവരെ കാത്തേക്കാന്ന് അവരും പറഞ്ഞു. എന്ത്? അല്ല, റീജന്റ് മഹാറാണിയാണ് കാറയച്ചത്. സ്വാമിയെ കൂട്ടിക്കൊണ്ട് ചെല്ലണമെന്നും പറഞ്ഞു. കാറയച്ച നാം പോണോന്നുണ്ടോ? അതും കൊട്ടാരത്തിലേക്ക്. നമുക്ക് മറ്റൊരിടം വരെ പോവാം. ഓ, എങ്ങോട്ടാണ് സ്വാമി? കടപ്പുറത്തേക്ക് പോട്ടെ.
ഇരിക്കൂ. ഭഗവത് ദർശനം കഴിഞ്ഞു, മനവും നിറഞ്ഞു. തമ്പുരാട്ടി ഇതുവഴി പോകുമ്പോഴൊക്കെ ജനാർദ്ദന സ്വാമിയെ വണങ്ങാറുണ്ടല്ലോ. ഇക്കുറിയും അത് ഭംഗിയായി നടന്നു. ശ്രീപത്മനാഭ സ്വാമിയും ജനാർദ്ദന സ്വാമിയും ആ കൃപയും കടാക്ഷവും അല്ലേ രാജ്യക്ഷേമവും ശാന്തിയും. തൃപ്പടിദാനം ചെയ്ത പാരമ്പര്യമല്ലേ. ഭഗവത് കൃപയും അളവറ്റതാ. നിശ്ചയിച്ചുറച്ചു വന്നതിൽ ഒരു കാര്യം കൂടിയുണ്ട്. തിരുമനസിലെ ആ മോഹം പറഞ്ഞില്ല. നാടാകെ പുകൾപ്പെട്ട ശിവഗിരിയിലെ നാരായണ ഗുരുവിനെ കൂടി ഒന്ന് ദർശിക്കാൻ മോഹം. അതിനെന്താ തടസ്സം? എളുപ്പമുള്ള കാര്യമല്ലേ. നാടുവാഴും തമ്പുരാട്ടിയുടെ ഇംഗിതമല്ലേ. ശിവഗിരിയിലേക്ക് നമ്മുടെ കാർ അയച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്രാസമയം മതിയല്ലോ. ഇപ്പൊ ആളെത്തും. വലിയ ദിവ്യത്വം തപോബലം ഉണ്ടെന്നാ കേൾവി. അതിശയങ്ങൾ, ക്ഷേത്രപ്രതിഷ്ഠകൾ, കവിത്വം, അങ്ങനെ പലതും. ആത്മകാന്തിയും ചൈതന്യവും മുഖത്തുണ്ടത്രേ. അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേൾക്കണത്. എന്തായാലും ഇങ്ങോട്ടുടനെ വരുമല്ലോ. ഗുരുസ്വാമിയെ വരവേൽക്കാൻ എല്ലാരും ഒരുങ്ങിക്കൂ. അക്കാര്യത്തിൽ അഴലൊന്നും വേണ്ട തമ്പുരാട്ടി. അതാ കാർ വന്ന ശബ്ദം പോലെ. തിരുവുള്ള ഇച്ഛിച്ചാൽ എന്താ നടക്കാത്തത്? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഗുരുസ്വാമി എത്തിയില്ലേ? ഇല്ല, അയച്ച കാറ് തിരിച്ചെത്തി. അതെന്താ, ശിവഗിരിയിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. കാർ അവിടെ ചെല്ലുകയും ചെയ്തു. എന്നിട്ട് കാറ് തിരിച്ചയക്കുകയായിരുന്നു. തമ്പുരാട്ടി, താല്പര്യ ആഗ്രഹം തോന്നിയോണ്ടാ കാണണോന്ന് ചിന്തിച്ചത്. ചിന്തിച്ചത് ഉത്തമം. തമ്പുരാട്ടിയുടെ മനസ്സ് ഗുരു കണ്ടിരിക്കണം. താഴെ പാപനാശം തീരത്ത് സ്വാമി ഒരു കാറിൽ വന്നിറങ്ങി നടക്കുന്നത് കണ്ടുവന്ന് രണ്ടാളുകൾ വന്ന് അറിയിച്ചു. കാറ് മടക്കി അയച്ചു എന്ന് കേട്ടപ്പോ അമർഷം തോന്നി. ഭക്തിയും മനസ്സും അറിയാതെ പോയല്ലോ എന്ന ദുഃഖം ഉണ്ടായിരുന്നു. അതെല്ലാം മാറി. ഇപ്പൊ ആ മഹാത്മാവിനോട് ആരാധന തോന്നുന്നു. തമ്പുരാട്ടി,